സർ, CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിക്കാനിരിക്കുകയാണ്. പിണറായി ഒരു ഹാട്രിക് നേടുമോ? മൂന്നാമതും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുമോ? പാർട്ടി അതിന് അദ്ദേഹത്തിന് പ്രായത്തിൻ്റെ ഇളവ് അനുവദിക്കുമോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അദ്ദേഹം ആവുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അടുത്ത തവണയും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ തുടരും എന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തീരുമാനിച്ച കാര്യം. അദ്ദേഹം തീരുമാനിച്ചു, ജയിക്കുമെന്നും അദ്ദേഹം തീരുമാനിച്ചപ്പോഴേ. ഇവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത് 70 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ എടുത്ത തീരുമാനം. ഇപ്പം മധുരയിൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരാൻ പോവുക. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അങ്ങനെ തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ ഇത് ബാധകമല്ല. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് ജോർജ് ഓർവെലിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു നോവലാണ് അനിമൽ ഫാം. അതിൽ അദ്ദേഹം പറയുന്ന ആൾ ആർ ഈക്വൽ, ബട്ട് സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. ഏറ്റവും ഏത് തലമുറയെയും ചിരിപ്പിക്കുന്ന ആ ഒരു വിറ്റുണ്ടല്ലോ, വിറ്റ്, ആ കമൻറ്റ് തന്നെയാണ് ഇവിടെ യോജിക്കുക. എല്ലാവരും തുല്യരാണ്, പക്ഷേ ചിലർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമത്വമുള്ളവരാണ്, കൂടുതൽ തുല്യരാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പിണറായി വിജയൻ അങ്ങനെ വരുമ്പോൾ കൂടുതൽ തുല്യനാണ്. അതുകൊണ്ട് അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞാലും 80 വയസ്സ് കഴിഞ്ഞാലും 90കളിലെത്തിയാലും നവതി എത്തിയാലും ശരി, ശതാബ്ദി എത്തിയാലും ശരി, അദ്ദേഹത്തിന് തുടരാൻ കുഴപ്പമില്ല. പാർട്ടിയുടെ നയം പക്ഷേ ഇങ്ങനെയാണ്. 70 വയസ്സ് സർ, പാർട്ടി എന്നാൽ പിണറായി, പിണറായി എന്നാൽ പാർട്ടി, അങ്ങനെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം കനലാണല്ലോ, അദ്ദേഹം കനലാണ്, എരികനലാണ്, അതുപോലെ സൂര്യനാണ്, കാരണഭൂതനുമാണ്, ചിരഞ്ജീവിയുമാണ്. എനിക്ക് തോന്നുന്നത് മരണമില്ലാത്ത പിണറായി. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ അസുഖമുണ്ട്, നല്ല അസുഖമുണ്ട്, വിദേശത്ത് എന്താണ് അസുഖം എന്ന് പറഞ്ഞിട്ടില്ല, നമുക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആരോഗ്യമന്ത്രി വീണ ജോർജ് വളരെ ശക്തിയുമായിട്ട് പരിപാലിച്ചിപ്പോൾ പോരുന്ന, അതിനു മുമ്പ് ശൈലജ ടീച്ചർ മക്സാസെ അവാർഡ് കിട്ടത്തക്ക രീതിയിൽ പരിപാലിച്ചു പോകുന്ന ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ആശുപത്രിയിലും പോവാതെ വിദേശത്തേക്ക് പോയത്. അതെ, അതും ഈ ചങ്ങാത്ത മുതലാളിത്തമുള്ള രാജ്യത്തേക്ക് തന്നെ പോയത്. അതെ ആണല്ലോ. അപ്പോൾ അത്ര ഗുരുതരമായിട്ടുള്ള അസുഖം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പോയതിൻ്റെ ന്യായം ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ പോയത് അതുകൊണ്ടാണല്ലോ. അതെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എടുത്ത് സൂചിപ്പിക്കുന്ന ഒരു ആരോഗ്യക്കുറവ് നമുക്കെല്ലാം വളരെ കാണാൻ കഴിയുന്നതാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയുള്ള ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ പാർട്ടിയിൽ അടുത്ത മുഖ്യമന്ത്രിയാവാനും. അതും ഒരു ചോദ്യമല്ലേ ഇപ്പോൾ പറഞ്ഞു നിർത്തിയേ? പിണറായിക്ക് പകരം വെക്കാൻ CPM-ൽ LDF-ൽ വേറൊരു നേതാവ് ഉണ്ടോ? നേതാവില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം അതോ ഇനി തിരുവായിക്ക് എതിർവായി ഇല്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദസേവയും പാദപൂജയുമായിട്ട് ശേഷിക്കുന്ന കാലം കഴിയാമെന്നാണ് പോളിറ്റ് ബ്യൂറോയിലും സെൻട്രൽ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലുമുള്ള ആളുകളുടെ ഒക്കെ തീരുമാനം. എങ്കിൽ അതായിരിക്കാം ചിലപ്പോൾ സത്യം എന്ന് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ പാർട്ടിയിൽ വന്നിരിക്കുന്ന ഒരു നയവ്യതിയാനം എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്നത് ഫാഷിസ്റ്റ് അല്ല, നിയോ ഫാഷിസ്റ്റ് പോലുമല്ല, ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. സാക്ഷാൽ പ്രകാശ് കാരാട്ടിൻ്റെ ലൈൻ. ഈ പ്രകാശ് കാരാട്ടിൻ്റെ ലൈൻ തന്നെയാണ് പിണറായി വിജയൻ പിന്തുടർന്നു പോകുന്നത്. ആ ഒരു ലൈനാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തെ അവരനുകൂലിക്കുന്നില്ല. കോൺഗ്രസും BJPയും ഒരേ തരത്തിൽ നിൽക്കുന്നു. നേരത്തെ എങ്ങനെയായിരുന്നു? BJP ഫാഷിസ്റ്റ് വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് ഐക്യം പാടില്ല. അതെ, അങ്ങനെ 2004 അങ്ങനെ ആയിരുന്നല്ലോ. വർഗീയ ശക്തികളെ അകറ്റി നിർത്താനാണല്ലോ പിന്തുണ കൊടുത്തത്. ഇപ്പോൾ ആ ലൈനും മാറി. ഇപ്പോൾ BJP എന്ന് പറയുന്നത് അത്ര വലിയൊരു ഭീഷണി അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി. കോൺഗ്രസ് ഇപ്പോൾ മധുരയിൽ അത് പാസ്സാവാൻ പോവുകയാണ്. ആ ലൈനാണ്. കരട് തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ കരടിൽ നിന്ന് വലിയ വ്യത്യാസം വരില്ല. കരടിൽ നിന്ന് വ്യത്യാസം വന്നാൽ പാർട്ടി വളരും. പണ്ട് VS VMS നമ്പൂതിരിപ്പാടും
ഒക്കെ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകുന്നത് പോലെ. അല്ല, VS ഇറങ്ങിപ്പോകുന്നത്. EMS പിന്നെ വളരെ ആലോചിച്ച ശേഷം ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ നിൽക്കണം. അതെ അതെ അതെ. രണ്ടാമതൊന്ന് ആലോചിച്ചിട്ടാണ് പുള്ളി. എന്നാൽ പിന്നെ ഇവരുടെ കൂടെ VS അടക്കം 32 36 VS ആണ് ബഹിഷ്കരിച്ച് ഇറങ്ങി വന്നത്. അന്ന് വളരെ തന്ത്രപരമായ സമീപനമാണ് EMS ഒരുപാട് സ്വീകരിച്ചത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കാലത്ത് ഈ പാർട്ടി കോൺഗ്രസോ പോളിറ്റ് ബ്യൂറോ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിലൊഴികെ ഒരു കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ പ്രായപരിധി നിശ്ചയിച്ചാൽ അത് പിണറായി ആയാലും MV ഗോവിന്ദനായാലും എല്ലാവർക്കും ബാധകമാണ്. പാർട്ടിക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. ഇപ്പോൾ 2 നിലപാടാണ്. പിണറായിക്ക് വേണ്ടി ഒരു നിലപാട്, പാർട്ടിക്ക് വേണ്ടി വേറെ നിലപാട്. എന്ത് പരിഹാസ്യമാണിത്. അപ്പോൾ ഈ പാർട്ടി വ്യക്തിപൂജ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പാർട്ടി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയാണ്. ആ പാർട്ടിയാണ്, വ്യക്തികൾക്ക് അതിന് മുകളിൽ സ്ഥാനമില്ല എന്ന് പറയുന്നു. ഇപ്പം നേരെ തിരിച്ചല്ലേ വൈരുദ്ധ്യാത്മക ഭൗതികവാദം വരുന്നത്. പാർട്ടിയേക്കാൾ മുകളിൽ വ്യക്തി. അതാണ് പാർട്ടിയുടെ ആ വ്യക്തിക്ക് വേണ്ടി പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റിമറിക്കുന്നു, ബലി കഴിക്കുന്നു, തിരുത്തി എഴുതുന്നു. ഇതാണ് പാർട്ടിയുടെ സോഷ്യലിസം. പാർട്ടിയുടെ സോഷ്യലിസം ഇതാണ്. ഈക്വാലിറ്റി. പിണറായി വിജയൻ ഈസ് മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാർട്ടിയിൽ EMS നമ്പൂതിരിപ്പാട് ഏറ്റവും വലിയ നേതാവായിട്ടും തിയററ്റീഷ്യനുമായിട്ടും ഒക്കെ വാഴ്ത്തപ്പെടും. പക്ഷേ ലോകത്തെല്ലാമുള്ള കമ്മ്യൂണിസ്റ്റുകൾ, മാവോസത്യമായാലും ലെനിനായാലും അവർ ഇപ്പോഴത്തെ ഷിൻ ജിൻപിങ് ആയാലും ചൈനീസ് പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ലൈൻ കണ്ടെത്തി എന്നുള്ളതാണ്. പുതിയ ഒരു കണ്ടെത്തൽ കമ്മ്യൂണിസ്റ്റ് മാർഗത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തി. അത് നയവ്യതിയാനമല്ല, തിരുത്തൽവാദവുമല്ല, ഒരു പുതിയ പാത കണ്ടെത്തി. പാത നയിക്കുന്നവരാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകൾ. അതുകൊണ്ടാണ് ഷീ ജിൻപിങ്ങിനെ ഒരു പ്രാവശ്യം കൂടി ഇളവ് അനുവദിച്ചത്. ഷീ ജിൻപിങ്ങിന് മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നയം, ഒരു നയത്തിൻ്റെ ഒരു കണ്ടെത്തൽ ലെനിൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ അവരുടെ രാജ്യത്തിന് ചേരുന്ന സോഷ്യലിസ്റ്റ് മാതൃകകളെക്കുറിച്ചുള്ള ഒരു പുതിയ ദർശനമെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ ദർശനം, ഒരു സിദ്ധാന്തം, പുതിയൊരു കാഴ്ചപ്പാട്, സിദ്ധാന്തം, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സിദ്ധാന്തം കണ്ടെത്താറുണ്ട് അവരൊക്കെ. ലെനിൻ കണ്ടെത്തിയിട്ടുണ്ട്, മാവോസത്വവും കണ്ടെത്തിയിട്ടുണ്ട്, ഷീ ജിൻപിങ്ങും കണ്ടെത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ മുതലാളിത്ത വികസന പാതയിലൂടെ ചൈന പോയിക്കൊണ്ടിരിക്കുന്നത്. EMS പോലും കണ്ടെത്തിയിട്ടില്ല. കൺഫ്യൂസ്ഡാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ ഈ ജാതി ചിന്തകളെ മറികടന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെ വളർത്താം എന്നുള്ള ഒരു ദർശനം അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിണറായി വിജയനും കണ്ടെത്തിയിട്ടില്ല. പിന്നെന്തിനാ പിണറായി വിജയന് ഇളവ് കൊടുക്കുന്നത്? കൊടുക്കാൻ പാടില്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റ് ആശയം അനുസരിച്ച്. അപ്പോൾ പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്ന് പാർട്ടിയെ കെട്ടുറപ്പോടുകൂടി നയിക്കാൻ, പ്രത്യേകിച്ചും വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ അത് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് ഇന്ന് നിർത്താൻ, ഒരുമിച്ച് നിർത്താൻ കഴിവുള്ളൊരു നേതാവ് പിണറായി വിജയൻ മാത്രമല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഈ പാർട്ടിയുടെ ഘടന എന്ന് പറഞ്ഞാൽ താഴെ തലം തൊട്ട് ആൾക്കാരെ വളർത്തിയെടുത്തുകൊണ്ട്, അതായത് ലോക്കൽ കമ്മിറ്റി മുതൽ പിന്നെ ഏരിയ കമ്മിറ്റി, പിന്നെ ബ്രാഞ്ച് കമ്മിറ്റി, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി. ബ്രാഞ്ച് തൊട്ടല്ലേ സാർ? ബ്രാഞ്ച് തൊട്ടല്ലേ തുടങ്ങുന്നത്? ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, പിന്നെ ജില്ലാ കമ്മിറ്റി. ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റിയിലൂടെ സഖാവിനെ കമ്മ്യൂണിസ്റ്റ് പാതയിലൂടെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ ഏറ്റവും സീനിയോറിറ്റി വരുന്ന ആളിന് ആ സ്ഥാനമാനങ്ങൾ നൽകി മുന്നോട്ട് കൊണ്ടുപോവുക. ആ സീനിയോറിറ്റികളിൽ കൂടിയാണ് പാർട്ടി സഞ്ചരിക്കേണ്ടത്. അതിൽ വരട്ടത്വവാദമുള്ളവരെയൊക്കെ അങ്ങ് പുറത്താക്കും. അല്ലാത്തവർ മുന്നേറുന്ന പാതയുടെ ഒരു രീതിയാണ് ഈ പറഞ്ഞത്. ഈ പുറത്താക്കൽ മാത്രമല്ല സാർ, ക്യാപിറ്റൽ പണിഷ്മെന്റും ഉണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ട്, പിന്നെ തരം താഴ്ത്തലും ഉണ്ട്. അങ്ങനെ പലതും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ തീരുമാനിക്കുക. അതിലൊന്ന് രണ്ടാമത് തീരുമാനം ഏറ്റവും സീനിയർ ആരെന്ന് വെച്ചാൽ അവരെ അങ്ങ് ആക്കുക എന്നുള്ളത് മാത്രം. പ്രായം മാത്രം പരിഗണന വെച്ചാൽ ഗില്ലറ്റും ചെയ്യും. അപ്പോൾ പിന്നെ ഏറ്റവും പ്രായത്തിൽ യോഗ്യനായിട്ടുള്ള ആരാരോ ആ പ്രായപരിധി വരുന്ന ആളിനെ നിയമിക്കുക. അതെ, ഇതല്ലാതെ വേറെ വ്യക്തിപൂജയില്ല. ഇവിടെ ഇപ്പോൾ അതല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ദളിതനെ വളർത്തിയെടുത്തു കൊണ്ടുവരാൻ പറ്റിയില്ല നേതൃത്വത്തിലേക്ക്? പാർട്ടി ഗവൺമെൻറ്റിലേക്കല്ല ഞാൻ പറയുന്നത്. അങ്ങനൊരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവുമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളൊരു സ്ത്രീയെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നില്ല? സാർ, ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ നിന്നും വളർന്നു വന്നവരെ വെട്ടി നിരത്തിയ ചരിത്രമല്ലേ ഉള്ളത്?
മുന്നേറിയ ചരിത്രമാണുള്ളത്. അങ്ങനെ മുന്നേറിയ ചരിത്രമേ ഉള്ളൂ പാർട്ടിക്ക് കേരളത്തിൽ. അപ്പോൾ ഇതാണ് പറയുന്നത്, ശരിയായ കമ്മ്യൂണിസ്റ്റ് പന്താവിലൂടെയല്ല ഇതിൻ്റെ പോക്ക്, വഴിപിഴച്ച ഒരു പോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിണറായിയെ ഇത് മുഖ്യമന്ത്രി അടുത്ത തവണ ആക്കാൻ എന്താണ് കാരണമെന്ന് എം വി ഗോവിന്ദൻ എന്തെങ്കിലും പറയാറുണ്ടോ? എന്താണ് കാരണം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പിണറായിക്ക് ഇത് ബാധകമല്ല. എന്തുകൊണ്ട് ബാധകമാവുന്നില്ല? അത് ശരിയാണ്. അതിനെക്കുറിച്ച് വ്യക്തമായൊരു വിശദീകരണവും നൽകുന്നില്ല. നടക്കാൻ പറ്റില്ല. അതാണ് കാര്യം. നിങ്ങൾ പാർട്ടി വിരുദ്ധർ, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അങ്ങ് പാർട്ടിയെ തകർക്കാനുള്ള ചോദ്യമാണിതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അതെ, ഇതാണ് ഇതിലെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഭൗതികവാദം. പിന്നെ വേറൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി ആവില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നത് ഇവിടുത്തെ ബഹുജനങ്ങളാണ്. ആ ബഹുജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന കോൺഗ്രസ്സാണ്. ഒറ്റക്കെട്ടായി നിൽക്കാത്ത അമ്മലടിച്ചു കഴിഞ്ഞാൽ ആ അവസരം ജനങ്ങൾ പിണറായിക്ക് അനുകൂലമായിട്ട് തന്നെ ഉപയോഗിക്കും. അതാണിപ്പം നടക്കുന്നത്. എനിക്ക് വളരെ ആശങ്കയുണ്ട്. എനിക്ക് തോന്നുന്ന ഈ പോക്ക് കോൺഗ്രസ് പോയാൽ മുഖ്യമന്ത്രി മൂന്നാമതും പിണറായി തന്നെ.